രാഹുലിനെ ചൊല്ലി പാലക്കാട്ടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുലിനെ കെട്ടിയിറക്കിയവർ അനുഭവിക്കട്ടെ എന്നൊരു വിഭാഗം. പാലക്കാട് നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് പലതവണ പറഞ്ഞിട്ടും കേട്ടില്ല. ഗോഡ്ഫാദർമാർ ഉത്തരം പറയട്ടെ എന്ന് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് വാട്സപ്പുകളിൽ നേതാക്കൾ. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് നിർത്തുന്നതും പൊതുസമൂഹത്തിൽ വലിയ ജനസമ്മതി ആയി ചിത്രീകരിക്കുന്നതുമൊക്കെ കുറച്ച് നേതാക്കളായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഈ വിവാദങ്ങൾക്ക് പിന്നാലെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ കടുത്ത അഭിപ്രായ ഭിന്നത ഉയരുന്ന സാഹചര്യമാണ്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം തന്നെ രാഹുലിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിൽ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചിലർ ഇത് ഉന്നയിച്ചപ്പോൾ പല നേതാക്കളുടെയും മറുപടി ഇങ്ങനെയായിരുന്നു: ഗോഡ്ഫാദർമാർ ഉത്തരം പറയട്ടെ എന്ന തരത്തിലായിരുന്നു അതിൽ മറുപടിയായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുലിനെ നേരത്തെ കെട്ടി ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമിച്ചപ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞതല്ലേ, അപ്പോൾ അത് കേട്ടില്ലല്ലോ എന്ന തരത്തിലും നേതാക്കൾ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ കടുത്ത വിയോജിപ്പ് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ടായിരുന്നു. DCC പ്രസിഡന്റായ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇത് കൃത്യമായി പറഞ്ഞതാണ്. പാലക്കാട് തന്നെ കഴിവുള്ള നിരവധി യുവാക്കൾ ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയെ ഇവിടെ കെട്ടിയിറക്കുന്നത് എന്നുള്ളതായിരുന്നു അന്ന് ചോദ്യമായിട്ട് ഉയർന്നത്. മാത്രമല്ല, അന്നും യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിരന്തരം ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉയരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ ജനം TV ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്ന് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ നിരന്തരം കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന വാർത്തകൾ ജനം TV റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിനെ ചൊല്ലി തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ തർക്കങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും അതിനൊക്കെ ഒടുവിൽ അന്ന് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയും അതുപോലെ തന്നെ VD സതീശൻ എന്ന വ്യക്തിയും കണക്ക് കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി നടത്തുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു രാഹുലിനെ പാലക്കാട് കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചത്. ഏതായാലും പാലക്കാട്ടെ മത്സരത്തിൽ രാഹുൽ വിജയിച്ചു എങ്കിലും ഒരു ഭാഗം നേതാക്കൾ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ ഈ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ തന്നെ പ്രതികരണമായിട്ട് പറയുന്നത്. ഏതായാലും ഈ രാഹുലിന്റെ ഓരോ നടപടികളും അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ പ്രധാനമായിട്ടും പറയുന്നത്. ഇത്തരമൊരു ഈ വ്യക്തിയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത സമയത്ത് പാലക്കാട് കൊണ്ടുവന്ന് കെട്ടിയിറക്കി ഇപ്പോൾ തങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നേതാക്കൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ സംസാരിക്കുന്നത്.